എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. തിരുവഴുത്തിലേക്ക് പ്രവേശിക്കുകയായി. പഴയ നിയമഗ്രന്ഥത്തിൽ ശമൂവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, 2 ശമൂവേൽ 9-ാമത്തെ അധ്യായം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിന്റെ ഗൃഹത്തിൽ സീബ എന്ന് പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവന് രാജാവിൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്നവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലം മുടന്തായിട്ട് യോനാഥാൻ്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചതിന് ലോദേബാരിൽ അമ്മിയേലിൻ്റെ മകനായ മാഖീരിൻ്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ചു ലോദേബാരിൽ അമ്മിയേലിൻ്റെ മകനായ മാഖീരിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ മെഫീബോശത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫീബോശത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്നവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാൻ്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളേണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചും കൊണ്ട് ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിൻ്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത്, ശൗലിനും അവൻ്റെ സകല ഗൃഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാനൻ്റെ മകന് കൊടുത്തിരിക്കുന്ന നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനൻ്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരമുണ്ടാകേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. നിന്റെ യജമാനൻ്റെ മകനായ മെഫീബോശത്ത് നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളുമെന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവായ യജമാനൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെയും അടിയൻ ചെയ്യും എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെഫീബോശത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. മെഫീബോശത്തിനൊരു ചെറിയ മകനുണ്ടായിരുന്നു, അവന് മീഖ എന്ന് പേർ. സീബയുടെ വീട്ടിലുള്ളവരൊക്കെ മെഫീബോശത്തിന് ഭൃത്യന്മാരായി തീർന്നു. ഇങ്ങനെ മെഫീബോശത്ത് യെരൂശലേമിൽ തന്നെ വസിച്ച് രാജാവിൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന് കാല് 2 മുടന്തായിരുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച്
കരുണയിൽ ആശ്രയിക്കുന്നു. അവിടുത്തെ മനോഹര സാന്നിധ്യം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ആത്മ കണ്ണുകൊണ്ട് ഞങ്ങൾ അങ്ങയെ കാണുന്നു. തുടർന്ന് ഞങ്ങൾ അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടിനെ അവിടുന്ന് സ്വീകരിച്ചതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, നിന്റെ ദയ ജീവനേക്കാൾ നല്ലത് ആകുന്നു, അല്ലെങ്കിൽ വലിയതാകുന്നു. ദൈവമേ, അവിടുത്തെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, അല്ലെങ്കിൽ വലിയത് ആകുന്നു. ദൈവത്തിൻ്റെ ദയ അനുഭവിച്ച ഒരു പറ്റം ദൈവമക്കളാണ് ഇന്ന് രാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ബദ്ധപ്പാടുകളുടെ നടുവിൽ, ഉയർച്ചകളുടെ നടുവിൽ, തിരക്കിൻ്റെ നടുവിൽ അനുഭവിച്ച നന്മകളുടെ ആഴവും വിലയുമൊക്കെ മറന്നു പോകുക മനുഷ്യ സഹജമാണ്. എന്നാൽ ഇന്ന് രാത്രി ഈ തിരുവെഴുത്തിൽ ഊന്നി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പം എന്താകുന്നു, എൻ്റെ ജീവിതത്തിൽ ആ ദയ എങ്ങനെയാണ് വ്യാപരിച്ചത്, അതിനോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിച്ചത്, ആ ദയ പ്രാപിച്ച ഞാൻ എങ്ങനെയാണ് ശിഷ്ടായുസ് ചെലവഴിക്കേണ്ടതെന്ന് തിരുവെഴുത്തിൻ്റെ ആധികാരികയിൽ നിന്ന് സംസാരിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കണമെന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്നാം തിരുവചനത്തിൽ അനന്തരം ദാവീദ് ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ ഗൃഹത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച അനന്തരം യോനാഥാൻ്റെ മകനായ മെഫീബോശത്ത് എന്ന പേരിൽ 2 കാലും മുടന്തുള്ള ഒരു മനുഷ്യനെ യെരുശലേമിൽ നിന്ന് 120 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കണ്ടെത്തുകയാണ്. അവനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അവനെ ധൈര്യപ്പെടുത്തുകയും അവനെ ആദരിക്കുകയും രാജാവിൻ്റെ മേശയിൽ നിന്ന് അവന് വേണ്ടിയതൊക്കെ നൽകുകയും അവന് നഷ്ടപ്പെട്ട സകല നന്മകളും മടക്കിക്കൊടുക്കുകയും ചെയ്യുന്ന ചരിത്രം പോരാ, ന്യായവിധിയുടെ വാളിൽ നിന്ന് അവനെ ഒഴിവാക്കുന്ന ചരിത്രമാണ് ഇതിനകത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പം? വിശുദ്ധ തിരുവെഴുത്തിൽ ഇതുപോലെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ അധികം കഥാപാത്രങ്ങളില്ല. 2 ശമൂവേൽ 4-ാമത്തെ അധ്യായം 5-ാം തിരുവചനം നാം പരിശോധിക്കുമ്പോൾ, തനിക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ തൻ്റെ അപ്പനും വല്യപ്പച്ചനും അപ്പൻ്റെ സഹോദരങ്ങളും പടക്കളത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഒന്നിനു പുറകായി ഒന്നായി അവർ മരിച്ചു വീഴുകയാണ്. വല്യപ്പച്ചൻ മരിക്കുന്നു, അപ്പം മരിക്കുന്നു, അപ്പൻ്റെ 2 സഹോദരങ്ങൾ മരിക്കുന്നു. 5 വയസ്സ് പ്രായമേ മെഫീബോശത്തിനുള്ളൂ. ഒരു ധാത്രി നഴ്സ് ഈ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുക. ഈ ദുരന്ത വാർത്ത കേട്ടപ്പോൾ ആ സഹോദരി പരിഭ്രമിച്ചു, ബന്ധപ്പെട്ട ഓടിപ്പോകയിൽ കാലിടറി കുഞ്ഞ് നിലത്ത് വീണു, അരയ്ക്ക് കീഴ്പോട്ട് മുടന്തുള്ളവനായി തീർന്നു എന്ന് തിരുവെഴുത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. നല്ല കൊട്ടാരത്തിൽ, തറവാട്ടിൽ, സാധ്യതകളുടെ നടുവിലാണ് താൻ ജനിച്ചത് എങ്കിലും തൻ്റേതല്ലാത്ത കാരണത്തിൽ പൊടുന്നനവെ ഒരു ദിവസം ആരുമില്ലാത്തവനായി, കൊട്ടാരമില്ലാത്തവനായി, നിലവും ഭൂമിയും നഷ്ടപ്പെട്ടവനായി, പരിചാരകരെ നഷ്ടപ്പെട്ടവനായി, കൈവിടപ്പെട്ടവനായി, ലോദേബാരിൽ യോർദാൻ്റെ അപ്പുറത്ത് പച്ചപ്പില്ലാത്ത ദേശത്തിൽ ഒരു അഭയാർത്ഥിയെപ്പോലെ അമ്മിയേലിൻ്റെ മകനായ മാഖീറിൻ്റെ വീട്ടിൽ 15 സംവത്സരങ്ങൾ പാർക്കേണ്ടി വന്നു എന്ന് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടിയ ദയ കൊടുക്കേണ്ടത് ആരാണ്? നിശ്ചയമായും അവൻ്റെ അപ്പനാണ്. അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ അവൻ്റെ അപ്പനാണ് അവനോട് ദയ കാണിക്കേണ്ടത്, കരുണ കാണിക്കേണ്ടത്. എന്നാൽ അപ്പനായ യോനാഥാന് ദയയും കരുണയും ഒക്കെ ഉണ്ടെങ്കിലും ആയുസ്സിൻ്റെ നടുവിൽ വെച്ച് നഷ്ടപ്പെട്ടു. അപ്പൻ്റെ ഹൃദയത്തിൽ ദയയും കരുണയും ഉണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ, പകർന്നു കൊടുക്കാൻ ആളില്ല. ആ ദയ സ്വീകരിക്കാൻ മെഫീബോശത്തിന് പറ്റാതെ പോയി. അപ്പൻ്റെ സഹോദരങ്ങൾ ദയ കാണിക്കേണ്ടിയവരാണ്. അവർ ഈ ഭൂമിയുടെ പരപ്പിലില്ല. വല്യപ്പച്ചൻ
വലിയ ദയ കാണിക്കേണ്ടിയ മനുഷ്യനാണ്. ഈ ഭൂമിയുടെ വരപ്പിലില്ല, പൊടുന്നനവേ മാറ്റപ്പെട്ടു. അമ്മ ദയ കാണിക്കേണ്ടിയവളാണ്. ആ സഹോദരിയെക്കുറിച്ച് ഇതിനകത്ത് പരാമർശമില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. ഒരമ്മ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ആ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ എന്ന് തിരുവെഴുത്തിൽ ചോദിക്കുന്നു. എന്തുകൊണ്ടോ അമ്മയുടെ ചരിത്രം ഇതിനകത്ത് പറയപ്പെടുന്നില്ല. താൻ മുഖാന്തരമാണ് ഈ കുഞ്ഞിന് ദോഷം വന്നതെന്ന് ആ ധാത്രിക്കറിയാം. തൻ്റെ കൈപ്പിഴവ് കൊണ്ടാണ് ഒരു 5 വയസ്സുകാരൻ 2 കാലും മുടന്തുള്ളവനായി തീർന്നതെന്ന് ആ നഴ്സിന് അറിയാമെങ്കിലും അവൾ ഒരിറ്റ് ദയ ആ കുഞ്ഞിനോട് കാണിച്ചതായിട്ട് തിരുവെഴുത്തിൽ രേഖയില്ല. അവൻ്റെ ജീവിത ചരിത്രത്തിലെങ്ങും ആ ധാത്രിയെക്കുറിച്ച് പരാമർശമില്ല എന്ന് ബൈബിൾ പറയുന്നു. തന്നെയുമല്ല, തൻ്റെ കൊട്ടാരത്തിലെ പരിചാരകനായിരുന്ന സീബ എന്ന് പറയുന്ന മനുഷ്യൻ പരിചാരകനാണ്, ശുശ്രൂഷകനാണ്, ഇവൻ്റെ നിലങ്ങളുടെ കാര്യവിചാരകത്വം വഹിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഒരല്പം പോലും ദയ കാണിച്ചില്ല എന്ന് മാത്രമല്ല, ക്രൂരത കാണിച്ചു. ഈ കഴിഞ്ഞ 15 വർഷങ്ങളായി ആ നിലം താൻ കൈവശം വച്ച് അധ്വാനിച്ച് അതിൻ്റെ ആദായം അനുഭവിച്ചു കൊണ്ടിരുന്നു എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. ലോകത്തിൻ്റെ ദയ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന കരുണയും ദയയും ഇത്രയൊക്കെ ഉള്ളൂ. അതിന് പരിമിതികളുണ്ട്. ദയ കാണിക്കത്തില്ലെന്നോ ദയ കിട്ടത്തില്ലെന്നോ അല്ല ഞാൻ പറയുന്നത്, അതിന് പരിമിതികളുണ്ട്. ഇവിടെ വലിയ ഒരു പരിമിതിയുടെ ലിസ്റ്റാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവെഴുത്തിൽ ധാരാളം ചൂണ്ടിക്കാണിക്കാൻ എനിക്കുണ്ട്. ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യൻ നാളുകളായി ചങ്ങലക്കിട്ടിരിക്കുന്നു. അവൻ വിലങ്ങ് ഉരുമ്മി പൊട്ടിക്കുന്നു, ചങ്ങല പൊട്ടിച്ചെറിയുന്നു, വിവസ്ത്രനായി ഓടി നടക്കുന്നു, കല്ലറകളിലും മലകളിലും പാർക്കുന്നു. അവൻ്റെ അപ്പനും അമ്മയ്ക്കും അവനോട് കരുണയുണ്ട്, ദേശവാസികൾക്ക് കരുണയുണ്ട്, മത നേതൃത്വത്തിന് കരുണയുണ്ട്, പൗരസമിതിക്ക് കരുണയുണ്ട്, അവൻ അറിയുന്നവർക്കൊക്കെ അവനോട് ആർദ്രതയുണ്ട്. പക്ഷേ അവൻ്റെ അടുക്കൽ ആ ദയ എത്തിക്കാൻ അവർക്ക് പരിമിതികളുണ്ട്. എന്നാൽ ഈ പരിമിതികളെ പൊട്ടിച്ചുകൊണ്ട് പകൽ മുഴുവനും അധ്വാനിച്ച് തളർന്നിരിക്കുന്ന ശിഷ്യന്മാരോട് പറയുക, നാം ബന്ധപ്പെട്ട് അക്കരയ്ക്ക് ചെല്ലുക. ദയ കിട്ടാത്ത, ദയ അറ്റുപോയ, സ്വീകരിക്കാൻ കഴിയാത്ത, മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ദൂരത്ത് നിന്ന് ആർദ്രതയോടെ കാണാൻ കണ്ണുള്ള ഒരു പുരുഷനുണ്ടെങ്കിൽ അവൻ്റെ പേരാണ് ഞങ്ങൾ ആരാധിക്കുന്ന നസ്രയനായ യേശു. കരുണ നിറഞ്ഞ കണ്ണുള്ളോൻ അവൻ, തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞ് കേൾക്കും കാതുള്ളോൻ എന്ന് പാട്ടുകാരൻ എഴുതിയിട്ടുണ്ട്. കരുണ നിറഞ്ഞ കണ്ണുള്ള ദയാലുവായ മഹാദൈവത്തെക്കുറിച്ചാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. യൗസേപ്പ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം മിസ്സിംഗ് ആണ്. അപ്പൻ അവനോട് ദയയുണ്ട്, അപ്പൻ അവനോട് കരുണയുണ്ട്, ആർദ്രതയുണ്ട്. മൂത്ത ജ്യേഷ്ഠന് അവനോട് ആർദ്രതയുണ്ട്, അവൻ്റെ മേൽ കൈവയ്ക്കരുതെന്ന് പറഞ്ഞ മനുഷ്യനാണ്. പക്ഷെ ഇന്ന് അവരുടെ ഉള്ളിൽ ആ ദയ ഉണ്ടെങ്കിലും ലിമിറ്റേഷൻ, ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്കാർക്കും അറിയത്തില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ ഏത് വിധേനയും വണ്ടി പിടിച്ച് യാക്കോബ് പണ്ടേ അവിടെ ചെന്നേനേമായിരുന്നു. അതാ പറയുന്നത്, മാനുഷികമായ പരിമിതികളുണ്ട്, ദയ കൈമാറുന്നതിന് മനുഷ്യന് ലിമിറ്റേഷൻ ഉണ്ട് എന്ന് തിരുവെടുത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നാൽ പരിമിതികളില്ലാത്ത ഒരു കർത്താവ് 15 സംവത്സരമായി ഈ ചെറുപ്പക്കാരൻ പച്ചപ്പില്ലാത്ത ദേശത്തിൽ, ഇപ്പോൾ 20 വയസ്സ് പ്രായമായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. മീഖ എന്ന പേരിൽ ഒരു കുഞ്ഞും തനിക്കുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. ഈ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിയ 2 വാക്കുകൾ പറയാം. ഒന്ന് 8-ാം വാക്യത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ചത്ത നായെപ്പോലെ ഇരിക്കുന്നു. ഇനി മറ്റൊരു കോണ്ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട് മരണയോഗ്യർ. 19:27 മരണയോഗ്യൻ ഇതാ തന്നെ കുറിച്ച് പറയുന്നത്. ചത്ത നായെപ്പോലെ ഇരിക്കുന്ന മരണയോഗ്യനായ മനുഷ്യൻ. എവിടാ ജനിച്ചത്? നല്ല കൊട്ടാരത്തില്ല, നല്ല തറവാട്ടില്ല, നല്ല ആത്മീക അനുഭവങ്ങളില്ല, യെരൂശലേമുമായി ബന്ധമുള്ളവനാ. നിയമപെട്ടകവുമായും ആരാധനയുമായും പൗരോഹിത്യ സമൂഹവുമായും പ്രവാചകന്മാരുമായും ആത്മീക അനുഗ്രഹങ്ങളുമായും ബന്ധമുണ്ടായിരുന്ന ഒരു തലമുറയിലെ കണ്ണി,
കുറ്റിയറ്റുപോകത്തക്ക നിലവാരത്തിൽ 120 കിലോമീറ്റർ ദൂരെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായി നിരാശ പൂണ്ട ഇരിക്കുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ ദയ ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി നിന്നോട് എനിക്ക് പറയാനുള്ള ആലോചന, നീ നല്ല തറവാട്ടിൽ ജനിച്ചവനാണ്, നല്ല പള്ളിയിൽ മെമ്പർഷിപ്പുള്ള അപ്പൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ചവനാണ് നീ, ജനിച്ചവളാണ് നീ, നല്ല ആസ്തിയുള്ള ഭവനത്തിലാണ് നീ ജനിച്ചത്. എന്നാൽ നനച്ചിരിക്കാതെ ദയയുടെ കവാടങ്ങൾ അടഞ്ഞു, നിനക്ക് കരുണ ലഭിക്കേണ്ട ഉറവകൾ അടഞ്ഞു. നീ ഒന്നുമില്ലാത്തവനായി, നഷ്ടപ്പെട്ടവനായി, ആരാധന സമൂഹത്തിൽ നിന്ന് അകന്ന് ആത്മീക ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടവനായി, ദൂരസ്ഥലത്ത് പച്ചപ്പില്ലാത്ത ദേശത്ത് ലോദേബാരിൽ നിരാശ പൂണ്ട് മരണയോഗ്യനെന്ന് പറഞ്ഞ് ചത്ത നായെപ്പോലെ ഇരിക്കുന്ന സഹോദര, നിനക്കാണ് ഇന്ന് രാത്രി ദൂത് വരുന്നത്. നിന്നോട് യേശു പറയുന്നു, നിന്റെ അപ്പനും അമ്മയ്ക്കും നിന്നെ വേണ്ടെങ്കിലും, നിന്റെ സഹോദരന്മാർക്ക് നിന്നെ വേണ്ടെങ്കിലും, അവർക്ക് ദയയുണ്ടെങ്കിലും, നിനക്കത് കൈമാറാൻ ഒക്കാത്ത സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയ നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് രാത്രി യേശുവിന്റെ ദയ കടന്നു വരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറയാറുണ്ട്, ദൈവത്തിൻ്റെ ദയ അതാരും അങ്ങോട്ട് പോയി എടുക്കുന്നതല്ല, അത് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നതാണ്. നീ ഇപ്പോൾ ഇരിക്കുന്ന അനുഭവത്തിലേക്ക്, നിന്റെ തകർച്ചയിലേക്ക്, നിന്റെ ഇല്ലായ്മയിലേക്ക്, നിന്റെ ശൂന്യതയിലേക്ക്, നിന്റെ നഷ്ടത്തിൻ്റെ അനുഭവങ്ങളിലേക്ക്, കൈവിടപ്പെട്ട അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ നിറയ്ക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ ദയ. പഴയൊരു വരിയുണ്ട്, തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റുതാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റുതാൻ. മാറുവ നാവതല്ലി നീ, മാറുവ നാവതല്ലി നീ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഏറി വന്നാലും ആമേൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഏറി വന്നാലും. ഹല്ലേലൂയ. അവന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദയ വരികയാണ് ഒരു വ്യക്തിയിലൂടെ. ദൈവത്തിന്റെ ദയ നമ്മുടെ താണ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ദയ തൻ്റെ മഹത്വത്തിലേക്ക് നമ്മെ വലിച്ചടിപ്പിക്കുന്നതാണ്. മെഫീബോശത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പൻ മരിച്ചതിന് ശേഷം 15 സംവത്സരം ഒരു നല്ല വീട് കണ്ടിട്ടില്ല, നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല, നല്ല ആൾക്കാരുമായി ബന്ധമില്ല. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യനെ ആ 120 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കരം പിടിച്ചു കൊണ്ടുവന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് നിർത്തി. ഞാനിങ്ങനെ വർണ്ണിക്കാറുണ്ട്, അവൻ അവിടെ നിന്ന് അമ്പരന്ന് നോക്കുകയാണ് ഈ കൊട്ടാരം. ദൈവമേ, ഭൂമിയിൽ ഇങ്ങനെ വീടുകളുണ്ടോ? ഇങ്ങനെയൊക്കെ നല്ല വസ്ത്രം ധരിക്കുന്ന ആൾക്കാരുണ്ടോ? രാജാവ് അവനെ നോക്കി ചിരിച്ച് അവന് തോളത്ത് കൈയിട്ട് വിരിച്ചൊരുക്കിയ വിരുന്നുമേശയിൽ കൊണ്ടു ചെന്നിരുത്തുമ്പോൾ അവൻ അമ്പരപ്പോടെ നോക്കണം, ദൈവമേ, ഭൂമിയിൽ ഇത്ര നല്ല ഭക്ഷണമുണ്ടോ? ഇത്ര നല്ല വിരിച്ചൊരുക്കിയ വിരുന്നുമേശയുണ്ടോ? ഹൃദയത്തിനകത്ത് എവിടെങ്കിലും ചൂട് പിടിക്കുന്നുണ്ടോ? ഇന്ന് നല്ല ഉടുപ്പുമിട്ട് നല്ല ഭക്ഷണവും കഴിച്ച് നല്ല വാഹനത്തിൽ ഇവിടെ വന്ന് ഇറങ്ങി ഇതിനകത്തിരിക്കുമ്പോൾ ഓർക്കണം, നിന്റെ താണ ചേറ്റുകണ്ടത്തിൽ നിന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ദയയാകുന്ന സുവിശേഷമാണ്. ദൈവത്തിൻ്റെ ദയയാകുന്ന സുവിശേഷം. ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്, ചവിട്ടി മെതിക്കപ്പെട്ട മുല്ലവള്ളി പുതുമഴയത്ത് പൊട്ടിത്തളിരിട്ടതുപോലെയാണ് സത്യസുവിശേഷം കേരളക്കരയിൽ വ്യാപരിച്ചപ്പോൾ ഒരുപറ്റം ദൈവമക്കളുടെ ആമേൻ കുതിച്ചെഴുന്നേൽപ്പ്. ഞാൻ പറഞ്ഞതല്ല,
പ്രഗത്ഭനായ പ്രഭാഷകൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞതാണ്, ചവിട്ടി മതിക്കപ്പെട്ട മുല്ലവള്ളി പുതുമഴയത്ത് പൊട്ടിത്തളിരിട്ടതുപോലെയാണ് കേരളക്കരയിൽ ഒരു വിഭാഗം ജനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പറയണം, ദൈവത്തിന്റെ മഹാദയാകുന്ന സുവിശേഷത്താൽ ഉണ്ടായ താരും തളിരും ആമേൻ വളർച്ചയും മാത്രമേ ഞങ്ങൾക്കുള്ളൂ കർത്താവേ. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വത്തിലേക്ക്, ആ മഹത്വത്തിന്റെ ധനത്തിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക്, വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക്, ഉന്നതമായ അനുഭവത്തിലേക്ക് നമ്മെ വലിച്ചടിപ്പിച്ചു കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ ദയ. പാടാൻ സമയമില്ല. നിന്നുടെ സന്നിധി മോഹനമേ, ഉന്നതമോദത്തിൻ ഉറവിടമേ, നിന്നുടെ സന്നിധി മോഹനമേ, ഉന്നതമോദത്തിൻ ഉറവിടമേ, വന്നിടും നേരം ഈ ഞങ്ങളെ പൊന്നു തേജസാൽ പൊതിയണമേ, വന്നിടും നേരം നീ ഞങ്ങളെ പൊന്നു തേജസാൽ പൊതിയണമേ. വന്ദനം വന്ദനം ശ്രീയേശുനാഥനു വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയ വന്ദനം ചെയ്തിടുന്നു. വന്ദനം വന്ദനം നന്ദിയോടടിയ വന്ദനം ചെയ്തിടുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തൻ്റെ മഹത്വത്തിലേക്ക്, തേജസ്സിലേക്ക് ശ്രദ്ധിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. നീ ഇന്ന് പഴയ ചേറ്റുകുഴിയിലല്ല ഇരിക്കുന്നത്, ദുഷ്ടന്മാരുടെ കൂടാരത്തിലല്ല, അനീതി പ്രവർത്തിക്കുന്നവരോട് കൂടെയല്ല, പ്രപഞ്ചമോഹങ്ങളിൽ ചുറ്റി നടക്കുന്നവരോടൊപ്പം നടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. മെഫീബോശത്തേ, നിന്നെ ദൈവം 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 40 വർഷം മുമ്പ് വിളിച്ചപ്പോൾ പൊത്തുവരുത്തത്തിൽ എങ്ങനെയെങ്കിലും നടക്കാൻ വേണ്ടി അല്ല നിന്നെ വിളിച്ചത്. വിശുദ്ധന്മാരുടെ ഗണത്തിൽ, ഹെവൻലി അസംബ്ലി, ആമേൻ, ദൈവസഭയ്ക്കകത്ത് വിശുദ്ധന്മാരോടൊപ്പം ഉന്നതമായ അനുഭവത്തിൽ ആത്മീക തലങ്ങളിൽ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറാൻ വിളിക്കപ്പെട്ടവനാണ് നീ എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഈ ദാവീദിനെ സംബന്ധിച്ച് ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടർ ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ആരാരെന്നറിയാമോ? കുരുടന്മാരും മുടന്തന്മാരുമാ. ദാവീദ് യബൂസ്യ നഗരമായ സിയോൻ കോട്ട പിടിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യബൂസ്യർ ദാവീദിനെ കളിയാക്കി, നിന്നെ തോപ്പിക്കാൻ കുരുടന്മാരും മുടന്തന്മാരും ഒക്കെ മതി എന്ന് പറഞ്ഞ് കളിയാക്കി, ഇൻസൾട്ട് ചെയ്ത്, ഡീഗ്രേഡ് ചെയ്തു. ദാവീദിന് വലിയ പ്രയാസമായി. ദാവീദ് യബൂസ്യരെ പരാജയപ്പെടുത്തി സിയോൻ കോട്ട പിടിച്ചു, അത് ക്യാപിറ്റലാക്കുകയും ചെയ്തു. പക്ഷേ ദാവീദ് ഒരു കാര്യം പറഞ്ഞു, ഇനി മുതൽ എൻ്റെ ദേശത്തിൽ കുരുടന്മാരും മുടന്തന്മാരും കാണാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി, ഒരു തിട്ടൂരം, ഒരു നാട്ടുനടപ്പ്, ഒരു മാനുഷിക കൽപ്പന എഴുതിയുണ്ടാക്കി. ഈ മെഫീബോശത്ത് ആരെന്നറിയാമോ? മുടന്തനല്ല, 2 കാലും മുടന്തുള്ളവൻ. അവനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സീബ എന്ന് പറയുന്ന വ്യക്തി ഇവന്റെ അവകാശ നിലം കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഗുണം പിടിക്കരുതെന്നാണ് സീബയുടെ ആഗ്രഹം. ഒരു നല്ല റിപ്പോർട്ട് കൊടുത്തിരുന്നില്ല എന്തോ കൊടുക്കുമായിരുന്നു? നിന്റെ സ്നേഹിതനായ യോനാഥാന്റെ മകൻ മെഫീബോശത്ത് നല്ല ചെറുപ്പക്കാരനാ, അവന് കഷ്ടകാലമാ, ഒന്നുമില്ലാത്തവനായി ജീവിക്കുന്നു. പിന്നെ ആരാണ്ട പറയുന്നിട്ട് നടക്കുമ്പോൾ കാലിന് എന്താണ്ട് ഒരു ബലഹീനത ഉണ്ടെന്ന് ആരാണ്ട പറയുന്നു. അങ്ങനെ ആ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവനറിയാം മുടന്തൻ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഔട്ട് അടിക്കും. അതുകൊണ്ടാണ് ഇവൻ ഫസ്റ്റ് വാക്ക് റിപ്പോർട്ട് വായിച്ചു നോക്കണം. രാജാവേ, പേരുമല്ല, 2 കാലും മുടന്തുള്ളവനായ, എന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ദൈവത്തിൻ്റെ ദയ മാനുഷികമായ തിട്ടൂരങ്ങളെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നതാ. ശ്രദ്ധിച്ചോണം. മനുഷ്യൻ വച്ചിരിക്കുന്ന ബൗണ്ടറീസിനെ,
വേലിക്കെട്ടുകളെ പൊട്ടിക്കാൻ ദൈവത്തിന്റെ ദയക്ക് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്നിവിടെ ഇരിക്കുമ്പോൾ ആരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ദൈവത്തിന്റെ ദയയുടെ വലയത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞ് അന്യപ്പെട്ടു പോയി. അവൻ അമേരിക്കയിലാണ്, ഇംഗ്ലണ്ടിലാണ്, യൂറോപ്യൻ കൺട്രിയിൽ എവിടെയോ ആണ്, മിഡിൽ ഈസ്റ്റിൽ എവിടെയോ പാർക്കുകയാണ്. ദൈവത്തിന്റെ ദയയുടെ സർക്കിളിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്ന് ലോകവും ജഡവും പിശാചും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയില്ല, ദൈവത്തിന്റെ ദയക്ക് ഏത് ബൗണ്ടറീസിനെയും പൊട്ടിക്കാനൊക്കും, ഏത് മാനുഷിക തിട്ടൂരങ്ങളെയും തകർക്കാൻ ദൈവത്തിന്റെ ദയക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യനെ ദാവീദ് രാജാവ് വിളിച്ച്, പേര് ചൊല്ലി വിളിച്ച് വിരിച്ചൊരുക്കിയ വിരുന്നുമേശയിൽ കൊണ്ട് ചെന്ന് ഇരുത്തുക. വിരിച്ചൊരുക്കിയ വിരുന്നുമേശ. ആ വിരിച്ചൊരുക്കിയ വിരുന്നുമേശയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ കഴിക്കുന്ന ആഹാരം, എൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആഹാരം, ഇവിടുത്തെ കൊട്ടാരം ഒഫീഷ്യൽസ് കഴിക്കുന്ന ആഹാരം നിനക്കും നിന്റെ തലമുറയ്ക്കും കഴിക്കാം. ഒരു ദിവസത്തെ ഇടപാടല്ല. ഞാൻ ഉള്ളിടത്തോളം, കൊട്ടാരം ഉള്ളിടത്തോളം, മേശയുള്ളിടത്തോളം നിനക്കിവിടെ നിന്ന് കഴിക്കാം എന്നാ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണം, വിശുദ്ധന്മാർ ശ്രദ്ധിക്കണം, കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. നിന്നെ വിളിച്ചത് ആരാണെന്ന് നീ ഓർക്കണം. ഒരു മനുഷ്യനെ കണ്ടിറങ്ങിയവനല്ല നീ. നിന്റെ അപ്പൻ്റെ അമ്മയുടെ വിളികെട്ട് ഇറങ്ങിയവനല്ല നീ. നിന്റെ അച്ഛൻ്റെ വിളികെട്ട് ഇറങ്ങിയതല്ല നീ. നിന്നെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. ഉന്നതമായ വിളിയാണ്. ആ മഹാദയയാണ് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നത്. അവൻ നിന്നെ വിളിച്ചെങ്കിൽ പച്ചപ്പില്ലാത്ത ദേശത്ത് നിന്ന് തന്റെ മഹത്വത്തിലേക്ക് അവൻ നിന്നെ കൈക്കൊണ്ടെങ്കിൽ നീ ശ്രദ്ധിക്കുക, നിനക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതല്ല, അവന്റെ കൊട്ടാരത്തിൽ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. അത് വെളുത്തവനും കറുത്തവനും വെവ്വേറെയല്ല. കൂടിയവനെന്നോ കുറഞ്ഞവനെന്നോ ദൈവത്തിന് വ്യത്യാസമല്ല. കാലിന് വൈകല്യമുള്ളവനെന്നോ ആരോഗ്യമുള്ളവനെന്നോ ദൈവത്തിന് വ്യത്യാസമില്ല. സകലർക്കും ഒരുപോലെ കൊടുക്കാൻ അവന്റെ പക്കലുണ്ട് എന്ന് തിരുവെഴുത്ത് ഓർപ്പിക്കുകയാ. അപ്പോൾ ദൈവത്തിന്റെ ദയ എന്തെന്നറിയാമോ? നിനക്ക് വേണ്ടിയതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ. ഒരു 10-45 ദിവസം സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഈ സഹോദരനാണ് എന്നെ രക്ഷിച്ചത്. പല യോഗ സ്ഥലങ്ങളിലും അദ്ദേഹമാണ് ലജ്ജയില്ലാതെ പോയി പ്രസംഗിച്ചു. എന്നെക്കാൾ വളരെ സീനിയറാണ് ഞാൻ പോകേണ്ട പല യോഗ സ്ഥലങ്ങളിൽ. ഒരു സഹോദരൻ എന്നെ വിളിച്ചേച്ച് ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടോ? 10-45 ദിവസമായി എങ്ങും പോകുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, അച്ഛാ, പുറത്ത് പോകുന്നതിനേക്കാൾ ഈ പുറത്ത് പോകുമ്പോഴാണ് കയ്യിലുള്ളത് കൂടെ പോകുന്നേ. കുഞ്ഞെ, നിന്നെ വിളിച്ചത് ആരാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടോ? ആരാണ് നിന്റെ മഹത്വത്തിലേക്ക് നിന്നെ കൈക്കൊണ്ടെന്ന് നിനക്കറിയാമോ? അവന്റെ ദയയുടെ വലിപ്പം എന്താണെന്നറിയാമോ? ഇന്നിവിടെ ഇരുന്ന് നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് പിറുപിറുത്ത നിരാശപ്പെട്ട ദൈവവൈതല് നിറകണ്ണുകളോടെ ചങ്കത്ത് കൈവച്ച് പറ, കർത്താവേ, അവിശ്വസിച്ചത് ക്ഷമിക്കണമേ, ഈ മേശയിൽ കുറവ് വരുമെന്ന് തെറ്റിദ്ധരിച്ചത് ക്ഷമിക്കണമേ, നീ പാർഷ്യാലിറ്റി കാണിക്കുന്നവനെന്ന് പദം പറഞ്ഞ് കരഞ്ഞത് ക്ഷമിക്കണമേ, നീ വിശ്വസ്തനായ ദൈവമാണ്. നാളെയെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട, നാളെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട, കാലമെല്ലാമുള്ള മരുവേലൻ കരുതാതെ കൈവിടുമോ? ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ, മനമേ ചഞ്ചലമെന്തിനാ. ഹല്ലേലൂയ. വീട്ടിൽ പോയി വെളുക്കോളം ഇരുന്ന് കൈയടിച്ച് പാടണം. ഈ പാട്ടൊക്കെ ഒന്ന് പോയി. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പോരാ, മെഫീബോശത്ത് വിരിച്ചൊരുക്കിയ വിരുന്നുമേശയിൽ
ഇരിക്കുന്ന കാഴ്ച ചിലപ്പോൾ ഞാൻ ആത്മാവിലൊന്ന് കാണാൻ ശ്രമിക്കും. എല്ലാവരും ഇരിപ്പുണ്ട്, മന്ത്രിമാരിരിപ്പുണ്ട്, ഗവർണർമാരിരിപ്പുണ്ട്, സെക്രട്ടറീസ് ഇരിപ്പുണ്ട്. കൂട്ടത്തിൽ മെഫീബോശത്തും മീഖ എന്ന് പറഞ്ഞ കുഞ്ഞും അവിടെ കയറി ഇരിക്കുക, ഭക്ഷണം കഴിക്കുക. ഞാനൊരു കോണയിൽ നിന്ന് വരെ ശ്രദ്ധിച്ചപ്പോൾ ഇവൻ ഒരു ഊനവും അറിയത്തില്ല, ഇവൻ മുടന്തനാന്നറിയത്തില്ല. കാരണം ഇവൻ ആ മേശയിലോട്ട് കയറിയിരിക്കുമ്പോൾ രാജാവിൻ്റെ മേശയുടെ മേശവിരി ഇവൻ്റെ കാലിൻ്റെ മുടന്തങ്ങ് മറയ്ക്കുക. അതാ ഇടപാട്, അതാ ദൈവത്തിൻ്റെ ഇടപാട്. ഇതിനകത്ത് കുരുടന്മാരും മുടന്തന്മാരും പൊട്ടന്മാരും ഒക്കെ ഇരിപ്പുണ്ട്. എന്നെയാ പറയുന്ന മുഴുവനും, നിങ്ങളല്ല. സ്തോത്രം. ആമേൻ. പുഴുക്കുത്ത് പറ്റിയവരും കാതലില്ലാത്തവരും ആരും പോടും കേടുമൊക്കെ ഉള്ളവരാ നമ്മൾ. എന്നാൽ ഈ ദയക്കകത്ത് വന്ന് കയറിക്കഴിയുമ്പോൾ തമ്പുരാൻ തൻ്റെ ദയയാകുന്ന മേശവിരി കൊണ്ട് അങ്ങ് മറക്കിയല്ലയോ. പിശാചിന് പോലും കാണാനൊക്കാത്ത രീതിയിൽ, നാട്ടുകാർക്ക് കാണാനൊക്കാത്ത രീതിയിൽ, നിനക്ക് കുറ്റം വിധിക്കാൻ നിൽക്കുന്നവർക്ക് കാണാനൊക്കാത്ത നിലവാരത്തിൽ തമ്പുരാൻ നമ്മളെ മറച്ച് സൂക്ഷിക്കുക. കണ്ണു നിറഞ്ഞ് തമ്പുരാന് സ്തോത്രം ചെയ്യണം. പൂർണ്ണത വന്നത് കൊണ്ടല്ല. ഇന്നും ഉടന്തും ചട്ടുകാലും ഒക്കെ ഉണ്ടെങ്കിലും, ആത്മീകമായ ന്യൂനതകൾ ഉണ്ടെങ്കിലും, തമ്പുരാൻ തൻ്റെ മഹാദയ കൊണ്ട് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിച്ചാൽ മതി കർത്താവേ എന്ന് പറയുമ്പോഴും, മോശയെപ്പോലെ ഈ ജനത്തെ മുഴുവൻ വഹിക്കാൻ ഞാൻ ഇവരെ പ്രസവിച്ചവരാന്നോ എന്ന് ചോദിച്ച് ആമേൻ സങ്കടപ്പെടുമ്പോഴും അതിന്റെ ദയ കൊണ്ട് നമ്മെ മറയ്ക്കുന്ന ദൈവത്തിന്റെ മഹാസ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. യാക്കോബേ, നിന്റെ കാലിന് മുടന്തുണ്ടെങ്കിലും, മോശേ നിന്റെ നാവിന് വിക്കുണ്ടെങ്കിലും, പൗലൂസേ നിന്റെ ജഡത്തിൽ ശൂലമുണ്ടെങ്കിലും, ബലഹീനതകളും പോരായ്മകളും ഒരുപാടുണ്ടെങ്കിലും, തൻ്റെ ദയ കൊണ്ട് നമ്മളെ അങ്ങ് മറയ്ക്കുക. തമ്പുരാന്റെ ദയ കൊണ്ട് മറയ്ക്കുക. ദൈവത്തിൻ്റെ അസാധാരണമായ കൃപയ്ക്കായി കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, ദൈവത്തിന് മഹത്വം. തീർന്നില്ല. ഈ മെഫീബോശത്തിന്റെ നിലം, വസ്തുവകകൾ ഇതെല്ലാം കഴിഞ്ഞ 15 സംവത്സരമായി കൈവശം വച്ച് അനുഭവിക്കുന്നവരാരെന്നറിയാമോ? സീബ. 15 മക്കൾ, 20 സെർവൻസ്. ഈ 36 പേരെ ഒരുമിച്ച് ചേർന്നത് പങ്കിട്ട് നിന്നുകൊണ്ടിരിക്കുക. ഈ മെഫീബോശത്തിനും മീഖായ്ക്കും കിട്ടേണ്ട സകല റിസോഴ്സസും ഇവർ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ദാവീദ് പറഞ്ഞു, ഇനി ഇടപാട് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല. മുമ്പേ ഇവൻ കരുണ ലഭിക്കാത്തവർ, ഇപ്പോൾ കരുണ ലഭിച്ചവർ. അതാ ഇടപാട്. ആ പൗലൂസിന്റെ ഭാഷ്യമാ. മുമ്പേ ഇവർ കരുണ ലഭിക്കാത്തവർ, ദയ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. ആമേൻ. എൻ്റെ കൂട്ടായ്മയുടെ വലങ്കൈകൾ, കൂട്ടുവിശ്വാസികൾ, കൂട്ടു സഹോദരങ്ങൾ, ആമേൻ, പുത്രത്വം എന്ന പദവി പ്രാപിച്ചവർ. ഇത് ഇനി മുതൽ നീ വെച്ച് കൈവശം വച്ച് അനുഭവിച്ചാൽ പോരാ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിലെ ആദായം മുഴുവനും കൊണ്ടുപോയി മെഫീബോശത്തിന് കൊടുക്കണമെന്നൊരു തീർപ്പ് കൽപ്പിച്ചു. ഞാൻ നിങ്ങളോട് ഒരു സ്നേഹ ഉപദേശം പറയാം, ശ്രദ്ധിക്കണേ. വഴിയടഞ്ഞവരുണ്ടല്ലോ, പുറത്ത് ചിരിക്കുന്നല്ലേ ഉള്ളൂ. പുറത്ത് ഈ പോഷ പരിപാടി പുറത്തല്ലേ ഉള്ളൂ. അകന്നേറുന്നത് കർത്താവിനറിയാം. നീ കൊട്ടാരത്തിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നത്. പക്ഷെ നിനക്കറിയാം, ഞാൻ പച്ചപ്പില്ലാത്ത ദേശത്ത് യോർദാന്റെ അക്കര 120 കിലോമീറ്റർ അകല നിയമപെട്ടകത്തിൽ നിന്നും, തേജസ്സിൽ നിന്നും, കൂട്ടായ്മയിൽ നിന്നും, ദൈവിക അനുഭവങ്ങളിൽ നിന്നും വളരെ ദൂരത്തിലാണ് പാർക്കുന്നതെന്നുള്ള ഉള്ളറിവ് നിനക്കുണ്ട്. സ്തോത്രം. ആ ഉള്ളറിയുള്ള നീ ദൈവത്തിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കിയാൽ, ഈ ദയയുടെ കീഴിലേക്ക് ഓടിക്കേറിയാൽ, കുഞ്ഞേ, നിന്നെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ അവൻ ശക്തനാണ്. ഫറവോന്യ ശക്തികളെ തകർക്കാൻ, ഫറവോന്യ രഥങ്ങളെ തകർക്കാൻ, അവന്റെ കുതിരപ്പടയെ താറുമാറാക്കാൻ, ഒരു നോട്ടം കൊണ്ട് അതിനെ ചിന്ന ഭിന്നമാക്കാൻ കഴിവുള്ള ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നെങ്കിൽ, ദുഷ്ടന്റെ ചെങ്കോ നീതിമാന്റെ അവകാശത്തിന് മേൽ ഇരിക്കുകയില്ലെങ്കിൽ, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ട സിംഹാസനത്തിന് ദൈവമേ നീയുമായിട്ട് സഹിത്വമില്ലെങ്കിൽ, ഇന്ന് നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ഒരു വീരനെ പോലെ ഉണർന്നു വരുന്ന ദൈവമാണ്. സ്തോത്രം.
സ്തോത്രം. അതുകൊണ്ട് നഷ്ടങ്ങളുടെ കാലത്തെ ഓർത്ത് കരഞ്ഞ് തീരണ്ട. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടിക്കേറിയാ മതി. ആമേൻ. തരേണ്ടത് തരാൻ അവൻ്റെ പക്കലുണ്ട്. നീക്കുപോക്ക് കൽപ്പിക്കാൻ കഴിവുള്ളവൻ. അവൻ്റെ സമ്മുഖത്ത് നിന്ന് ഒരു വചനം ഈ രാത്രി പുറപ്പെട്ടാൽ, രാജകൊട്ടാരത്തിലിരുന്ന് ദാവീദ്, ശ്രദ്ധിക്കൂ, രാജകൊട്ടാരത്തിലിരുന്ന് ദാവീദ് ഒരു സെന്റൻസ് പറഞ്ഞപ്പോൾ 120 കിലോമീറ്റർ അപ്പുറത്ത് പോയി അത് പ്രവർത്തിച്ച് അവനെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ, നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുക്കാൻ, ആശയുള്ളവനാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ ദാവീദിനേക്കാൾ വലിയവനായ, അബ്രഹാമിന് മുമ്പേ ഉള്ളവനായ, യാക്കോബിന്റെ കിണറിനേക്കാൾ വലിയവനായ, മൽക്കീസദക്കിന്റെ ക്രമപ്രകാരം ശ്രേഷ്ഠ പൗരോഹിത്യം വഹിക്കുന്ന യോന പ്രവാചകനേക്കാൾ വലിയവനായ, ശബത്തിനേക്കാൾ വലിയവനായ നസ്രയനായ യേശു കർത്താവ് ഇന്ന് ഈ റാന്തി പട്ടണത്തിൽ കൂടിയിരിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ഒരുവനെ നോക്കി അവന്റെ സമ്മുഖത്ത് നിന്ന് ദയയുടെ വചനം പുറപ്പെട്ടാൽ നിന്റെ ജീവിതം മാറി, നിന്റെ ഭാവി മാറി, നിന്റെ തലമുറ മാറി, നിന്റെ ശുശ്രൂഷ മാറി. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 21-ാമത്തെ അധ്യായം 17-ാം തിരുവചനം വീട്ടിൽ പോയി പഠിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനാണ്: ദാവീദ് തനിക്കെതിരെ പ്രവർത്തിച്ചവരെ തിരഞ്ഞുപിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ശൗലിൻ്റെ ഗൃഹത്തോടുള്ള ബന്ധത്തിൽ, ആ വചനത്തോടുള്ള ബന്ധത്തിലാണ് മെഫീബോശത്ത് പറയുന്നത്, ഞങ്ങൾ മരണയോഗ്യർ. മരണം പ്രതീക്ഷിച്ചിരിക്കുന്നവനാ. ഇന്നല്ലെങ്കിൽ നാളെ ദാവീദിന്റെ വാള് തന്നെ തേടി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവനാ. എന്നാൽ ഈ ദയയുടെ കൊടിക്കീഴിലേക്ക് വന്നു കയറിയത് കൊണ്ട് ദാവീദ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരെയൊക്കെ തട്ടണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ദയയുടെ കീഴിലോട്ട് വന്നു കയറിയ ആ സെക്കൻഡിൽ എഴുതിയിട്ടില്ലെങ്കിലും ആ പുസ്തകം തുറന്ന് ആമേൻ അവൻ്റെ പേര് വെട്ടിമാറ്റി. സ്തോത്രം. അവൻ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് പ്രവേശിക്കുക. സ്തോത്രം. ചിലരുടെ ഉള്ളത്തിലൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാകണം, ഒരാശയുണ്ടാകണം. വഴിതെറ്റിപ്പോയ എൻ്റെ തലമുറ ഈ വിരിച്ചൊരുക്കിയ മേശയിലേക്ക് വരുന്ന നാളുകൾ അനധിവിദൂര ഭാവിയിൽ സംഭവിക്കും. വിശ്വസിക്കണം. പിള്ളേരെ പഠിപ്പിച്ചു, നല്ല ജോലി മേടിപ്പിച്ചു കൊടുത്തു, നല്ല നല്ല സ്ഥലങ്ങളിൽ അവരെ സെറ്റിൽഡാക്കി, നല്ല കാര്യമാണ്. എന്നാൽ ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്കറിയാം അവൻ്റെ പാർപ്പ് ലോദേബാറിലാണ്, പച്ചപ്പില്ലാത്ത ദേശത്തിലാണ്, നന്മയിൽ നിന്ന് അകന്നുപോയവനാണ്. എന്നാൽ ഇന്ന് രാത്രി വിശ്വസിക്കണം, കർത്താവ് ദൈവകൃപയിലേക്ക് എൻ്റെ തലമുറയെ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. ന്യായവിധിയുടെ വാളിൽ നിന്ന് നീക്കപ്പെട്ടവരായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എത്ര അനുഗ്രഹകരമായ അനുഭവത്തിലേക്ക് മെഫീബോശത്ത് കടന്നു വന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുക. 10-ാമത്തെ അധ്യായം ശ്രദ്ധിച്ചാവും, ഞാൻ പറയാം. ഇവിടെ ശ്രദ്ധിക്കൂ, ഇപ്പൊ കട്ടിയുള്ള ഭാഗം. ഇതേ ദയ നാഹാസിന്റെ മകനായ ഹാനൂന്റെ അടുക്കലേക്കും ചെന്നു. ദാവീദിന്റെ സ്നേഹിതനായ നാഹാസിന്റെ മകൻ ഹാനൂന്റെ അടുക്കലേക്ക് ഇതേ ദയ ചെന്നു. മെഫീബോശത്തിന്റെ അടുക്കൽ വന്നതുപോലെ തന്നെ മെസഞ്ചർ ഹാനൂന്റെ അടുക്കൽ വന്നു. പക്ഷേ ഹാനൂൻ ദയ സ്വീകരിച്ചില്ല, തെറ്റിദ്ധരിച്ചു. ദൂതുമായിട്ട് വന്ന ദൂതുവാഹികളെ ആക്ഷേപിച്ചു, അവരുടെ അങ്കികളെ നെടുകെ കീറി, അവരെ പരിഹസിച്ചു, അപമാനിച്ച് വിട്ടയച്ചു. അനന്തരഫലം എന്തായിത്തീർന്നെന്നറിയാമോ? ദാവീദ് രാജാവ് ആ പട്ടണത്തിൽ തൻ്റെ ന്യായവിധി അയച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. എത്ര പേർക്ക് അതിൻ്റെ ആശയം മനസ്സിലായി? 2 വ്യക്തികളുടെ അടുക്കൽ ഒരേ ദയ, ഏറ്റക്കുറച്ചിലില്ല. ആ കൊട്ടാരത്തിൽ നിന്ന്, ആ രാജാവിൽ നിന്ന് ദൈവത്തിൻ്റെ ദയ 2 വ്യക്തികളുടെ അടുക്കൽ ഒരുപോലെ കടന്നു വന്നു. ഒരുവൻ 120 കിലോമീറ്റർ അകലത്തായിരുന്നിട്ടും 2 കൈ നീട്ടി സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ടു. അവൻ അത്രയും ദൂരത്തല്ലായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ ദയയെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് ന്യായവിധിക്ക് അർഹരായി തീർന്നു. ഈ സുവിശേഷ യോഗം നടക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്തെന്നറിയാമോ? ഒരു കുഞ്ഞുപോലും പുറങ്കാലുകൊണ്ട് നിന്നെ തട്ടിക്കളയാൻ ഇടയാകരുത്.
ദൈവത്തിൻ്റെ മഹാദയയിലേക്ക് ഓടിക്കേറുന്ന സമയമായി തീരണമെന്നാണ് ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച റാന്നിയിലും പരിസര പ്രദേശങ്ങളിലും നോക്കൂ. ഒരു കാലഘട്ടത്തിൽ സുവിശേഷത്തിന് വേണ്ടി നിന്ന, സുവിശേഷത്തിന് വേണ്ടി കൊടുത്ത, ദൈവഭക്തന്മാരെ പാർപ്പിച്ച, വീട്ടുമുറ്റത്ത് യോഗങ്ങൾ നടത്തി വിശുദ്ധിയോടെ ദൈവത്തെ സേവിച്ചവൻ്റെ തലമുറയും ഇതിനോട് വെല്ലുവിളിച്ചു നിന്ന, എതിരിട്ട് നിന്ന അവരുടെ തലമുറയും ഒന്ന് പഠനം നടത്തി നോക്കൂ എങ്ങനെ നിൽക്കുന്നുവെന്ന്. തിരുവെഴുത്തിൽ ഒരു വാക്യം 2 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു സുവിശേഷത്തെക്കുറിച്ചാണ്. ഇത് ചിലർക്ക് ജീവങ്കലേക്കുള്ള വാസന, ചിലർക്ക് മരണത്തിങ്കലേക്കുള്ള വാസന. റോമാ സാമ്രാജ്യത്തിൽ ജയോത്സവം എന്ന് പറഞ്ഞ പരിപാടി, ജയിച്ചു വരുന്ന റോമ പടയാളികൾ നിരനിരയായി റോമൻ ജനറലിന്റെ നേതൃത്വത്തിൽ കടന്നു പോകുമ്പോൾ അടിമകളായി പിടിച്ചുകൊണ്ടുവരുന്ന അടിമകളുടെ കൈവശം അവരുടെ ദേവന്മാരെ പ്രസാദിപ്പിക്കാനായിട്ട് സുഗന്ധദ്രവ്യങ്ങൾ കൊടുക്കും. അതിങ്ങനെ പുക ഉയർന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ വാസന സകല പടയാളികളും വലിച്ചു കയറ്റും. എന്നാൽ കുറേ സമയം കഴിയുമ്പോൾ ഇതിൽ പകുതി പേരെ വാളിനിരയാക്കും, പകുതി പേരെ തുറന്നു വിടും. ഇത് കണ്ടിട്ടുള്ള പൗലൂസ് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പറയുന്നു, ഈ സുവിശേഷത്തിൻ്റെ സൗരഭ്യവാസന യഥാർത്ഥമായി സ്വീകരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ചിലർക്ക് ജീവങ്കലേക്കുള്ള വാസന, ചിലർക്ക് മരണത്തിങ്കലേക്കുള്ള വാസന എന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ പ്രതികരണം, ദയ ലഭിച്ച ദൈവപൈതലിൻ്റെ പ്രതികരണം എന്തുവാ? ദയ ലഭിച്ച ദൈവപൈതലിൻ്റെ പ്രതികരണം തിരുവെഴുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ 16-ാമത്തെ അധ്യായം 2 ശമൂവേൽ 16 ശ്രദ്ധിച്ചാൽ മതി. അബ്ശാലോമുമായിട്ടുള്ള ബന്ധത്തിൽ ദാവീദ് രാജാവ് യെരൂശലേം വിട്ട് കിദ്രോൻ തോട് കടന്ന് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം ഉണ്ടായപ്പോൾ പഴയ സീബ, 2 കാലും മുടന്തൻ എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത സീബ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ആ മെഫീബോശത്തുണ്ടല്ലോ, നിന്റെ രാജ്യത്വം അവന് കിട്ടുമെന്ന് കരുതി ഇപ്പോൾ കാത്തിരിക്കുന്നുവെന്നൊരു നുണ ആര് പറഞ്ഞു? സീബ പറഞ്ഞു. ദയ ലഭിച്ചവനെ കുറിച്ച് ദയ ലഭിക്കാത്തവൻ, സീബ മറ്റൊരു ഭാഗത്ത് പറയുന്നു അടിയന് ദയ ലഭിക്കട്ടെ എന്ന് സീബ പറയുന്നുണ്ട്. അവന് ദയ ലഭിച്ചില്ല. എന്നാൽ ദയ ലഭിച്ച മെഫീബോശത്തിനെ കുറിച്ച് സീബ കളവ് പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി. ദാവീദ് പോയി. ആ കഷ്ടകാലം കഴിഞ്ഞ് ദാവീദ് രാജാവ് മടങ്ങി വന്നപ്പോൾ മെഫീബോശത്തിനെ വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചു, നീ എന്തുകൊണ്ടാ എന്നോടൊപ്പം പോരാതിരുന്നത്? ഞാൻ ഇതൊക്കെ നിനക്ക് വേണ്ടി ചെയ്തതല്ലേ? ഇന്ന കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തതാന്നല്ലോ, നീ എന്നാ എൻ്റെ കൂടെ പോരാതിരുന്നത്? അപ്പൊ പറഞ്ഞു, രാജാവേ, കാല് 2 ഇല്ലെങ്കിലും എൻ്റെ ഹൃദയം നിന്നോടൊപ്പമായിരുന്നു. നിന്റെ കൂടെ വരാൻ വേണ്ടി എൻ്റെ ഭൃത്യനോട് കഴുതയ്ക്ക് കോപ്പിടാൻ പറഞ്ഞതാണ്. പക്ഷെ അവൻ എന്നെ ചതിച്ചു. എനിക്ക് നിന്നോടൊപ്പം വരാൻ ഒത്തില്ല. എന്നാൽ നീ ഇവിടെ നിന്ന് പോയ ദിവസം മുതൽ ഇന്ന് വരെ എൻ്റെ കാലിന് രക്ഷ ചെയ്തില്ല, ചെരുപ്പിട്ടില്ല, ഞാൻ രോമം കത്തിരിച്ചില്ല, നല്ല ഭക്ഷണം കഴിച്ചില്ല, റെസ്റ്റ് എടുത്തില്ല. നീ അന്യനാട്ടിൽ പാർക്കുമ്പോൾ എൻ്റെ ഹൃദയം നിന്നോടൊപ്പമായിരുന്നു എന്നാണ് മെഫീബോശത്ത് പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ എൻ്റെ സഹോദരൻ ജോയിച്ചാനും ജോൺസച്ചാനും ഒക്കെ സവിസ്തരം പറഞ്ഞു. കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച്, വേലയെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ഈ പട്ടണത്തിനകത്ത് പാർക്കുമ്പോൾ, സമൃദ്ധിയുടെ നടുവിൽ നമ്മൾ പാർക്കുമ്പോൾ ഒരു കാര്യം ഹൃദയത്തിനകത്ത് വേണം. ദൈവരാജ്യ ശുശ്രൂഷ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയാകണം. മെഫീബോശത്ത് പറഞ്ഞതുപോലെ 2 കാലുമില്ലാത്ത എനിക്ക് നിന്നോടൊപ്പം നിന്റെ കഷ്ടകാലത്തിൽ വരാനൊത്തില്ല എങ്കിലും ഞാനിവിടെ സഫർ ചെയ്യായിരുന്നു, നിനക്ക് വേണ്ടി ഞാൻ വേദന അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സമൂഹത്തെയാണ് സ്വർഗത്തിലെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ഒരു കാലത്ത് എന്തുകൊണ്ട് ഉണർവുണ്ടായി? റാന്നി പട്ടണത്തിൽ ഉണർവുണ്ടായി. ദൈവഭൃത്യന്മാർ എഴുന്നേറ്റു. ആത്മീക ശുശ്രൂഷ ഉണ്ടായെന്ന് ചോദിച്ചാൽ എല്ലാവരും വേലക്കിറങ്ങിയത് കൊണ്ടല്ല. ഹൃദയം തകരുന്ന ചില അമ്മമാരുണ്ടായിരുന്നു. പൊട്ടുന്ന ഹൃദയത്തോടെ വ്യാപാരം ചെയ്ത് ജീവിച്ച വ്യാപാരികൾ ഇവിടെ ഉണ്ടായിരുന്നു. ജീവിതത്തിന്റെ പ്രധാന വിഷയം ദൈവമായിരുന്നു. ബിസിനസ് ചെയ്തെങ്കിലും, പറമ്പിൽ അധ്വാനിച്ചെങ്കിലും, പാളത്തൊപ്പി വെച്ച് അധ്വാനിക്കുമ്പോഴും ഹൃദയം ചലിച്ചത് ദൈവത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, മെഫീബോശത്തിനെ പോലെ നിനക്ക് ബലഹീനതകൾ ഉണ്ടെങ്കിലും, പോരായ്മകൾ ഉണ്ടെങ്കിലും, ഒരുപക്ഷെ ദൈവജനം അധ്വാനിക്കുന്ന മേഖലയിൽ ഓടിക്കറാൻ നിനക്ക് കഴിഞ്ഞില്ല എന്ന് വന്നാലും ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തോട് പറ, കർത്താവേ, ഇവിടെയാണ് പാർക്കുന്നതെങ്കിലും എൻ്റെ ഹൃദയം നിന്നോടായിരിക്കും. എനിക്ക് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന ഇഷ്ടപ്പെട്ടു. ഈ സീബ കളവ് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു,
എന്നാൽ ഇനി മുതൽ ഈ വസ്തുവൊക്കെ നീ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞു. സീബയ്ക്ക് സന്തോഷമായി. ഈ കാര്യം ദാവീദ് പറയാൻ തുടങ്ങിയപ്പോഴേ മെഫീബോശത്ത് പറഞ്ഞു, എനിക്ക് വസ്തുവും വേണ്ട, വീടും വേണ്ട, എല്ലാം സീബയ്ക്ക് കൊടുത്തോളാൻ പറഞ്ഞു. ഓ സ്തോത്രം! ദയ ലഭിച്ചവന്റെ പ്രത്യേകത, ദയ അനുഭവിച്ചവന്റെ പ്രത്യേകത. അവന് കോടതിയും കേസും വഴക്കുമൊന്നുമില്ല. ഈ അനുഭവിച്ചവന് ഓർമ്മകളുണ്ട്. എടാ, ഇല്ലായ്മയിൽ നിന്ന് കയറി വന്നവനുണ്ടല്ലോ, സമൃദ്ധിയുടെ നെറുകയിൽ പെട്ടെന്ന് കാൽച്ചുവട്ടിൽ നിന്ന് ചോർന്നു പോയാലും അവന് വലിയ പ്രശ്നമൊന്നുമില്ല. നേരത്തെ പ്രശ്നമായിരുന്നു, ദയയില്ലായിരുന്നു. ഇപ്പൊ ദയയുണ്ട്, ദയ തന്നവൻ കൂടെയുണ്ട്. അമ്മൻ, അതുകൊണ്ട് ഒരുപക്ഷെ ഇന്നിവിടെ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കേറിയിട്ട് ഇന്ന് പിന്നെയും ഇല്ലായ്മയുടെ നടുവിൽ നിൽക്കുമ്പോഴും നീ ഇടറിപ്പോകാത്തതിന്റെ കാരണം, നീ നശിച്ചു പോകാത്തതിന്റെ കാരണം, നാട് വിട്ടു പോകാത്തതിന്റെ കാരണം, അമേൻ, ഒന്നേയുള്ളൂ, ദയ നിന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദയയുടെ കൊടിക്കീഴിലാണ്. ദയ തന്നവൻ നിന്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവന്റെ മനോഭാവം ഉടൻ തീർപ്പ് വന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ അത് വിഭജിച്ചെടുത്തുകൊള്ളുക എന്ന് തിരുവെഴുത്തിനകത്ത് എഴുതി വച്ചിരിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിത അനുഭവം എന്താണ്? എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ യഥാർത്ഥമായി ഈ ദൈവകൃപ അനുഭവിച്ചവരാണോ? ജീവങ്കലേക്ക് കടന്നു വന്നവരാണോ? ദൈവശക്തി പ്രാപിച്ചവരാണോ? കർത്താവിൻ്റെ പക്ഷത്താണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളങ്ങളിലുണ്ടോ? ഉണ്ടെങ്കിൽ അമേൻ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇല്ല എങ്കിൽ അമേൻ, ചിലർക്ക് ഇത് ജീവങ്കലേക്കുള്ള വാസന, മരണത്തിങ്കലേക്കുള്ള വാസന എന്നല്ല, ഇത് സകലർക്കും ജീവങ്കലേക്കുള്ള വാസനയായി തീരട്ടെ. ദൈവത്തിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഈ ചങ്ങല ഒഴികെ സകലരും ആ ജീവങ്കലേക്കുള്ള വാസനയെ അനുഭവിപ്പാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണത്തിന് വിരാമം കുറിക്കുന്നു. കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം തലകളെ വണക്കി മഹാദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക, സ്തോത്രം ചെയ്യുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞാനിവിടെ നിന്ന് ശബ്ദമുയർത്തേണ്ട കാര്യം ഇല്ല. മോനെ, മോളെ, നീ ലോദേബാറിലായിരുന്നു, ലോദേബാറിലായിരുന്നു, പച്ചപ്പില്ലാത്ത സ്ഥലത്തായിരുന്നു. ദീർഘവർഷങ്ങൾ കാത്തിട്ടും നന്മ കിട്ടാതെ നിരാശപ്പെട്ടവനായിരുന്നു നീ, കൈവിടപ്പെട്ടവനായിരുന്നു നീ. അമേൻ, ദയ കാണിക്കാണ്ട് അപ്പനോ അമ്മയോ വല്യപ്പച്ചനോ സഹോദരങ്ങളോ അമേൻ സെർവൻസോ ധാത്രിയോ ദയ തരാതിരിക്കുമ്പോൾ സ്തോത്രം. ശൂലമിയോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാറുണ്ട്, ശൂലമിയെ പ്രസവിച്ച അമ്മ ഉണ്ടായിരുന്നു, ആ അമ്മ പ്രസവിച്ച സഹോദരന്മാരുണ്ടായിരുന്നു. ആമേൻ, ശലോമോൻ രാജാവ് ഉണ്ടായിരുന്നു. ആമേൻ, പട്ടണത്തിലെ കാവൽക്കാരുണ്ടായിരുന്നു, പാട്ടുകാരി സ്ത്രീകളുണ്ടായിരുന്നു. ഇവരെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് ദയ കിട്ടിയത് ഒരൊറ്റ സ്ഥലത്ത് നിന്നാണ്, ഇടയൻ്റെ അടുക്കൽ നിന്നാണ്, ഇടയൻ്റെ അടുക്കൽ നിന്നാണ്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, എൻ്റെ പ്രിയൻ അമേൻ 10,000ങ്ങളിൽ സുന്ദരൻ, എൻ്റെ പ്രിയൻ സ്ഥലങ്ങളുടെ മധ്യ കിടക്കുന്ന മൂറൻകെട്ട് പോലെയാകുന്നു. അവൻ എൻഗതി മുന്തിരി തോട്ടങ്ങളിലെ മൈലാഞ്ചി പൂക്കുല പോലെയാകുന്നു. അവൻ്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. ആ കാട്ടുമരങ്ങൾക്കിടയിലെ നല്ല നാരകമാണ്, ശാരോനിലെ പനിനീർ പുഷ്പമാണ്, താഴ്വരയിലെ താമര പൂവാണ്. അമേൻ, നീ അധരം അടക്കി വയ്ക്കരുത്. നിന്റെ ഹൃദയം പൊട്ടിയല്ലോ, ആ അധരം അങ്ങ് തുറന്നാട്ട്. അമേൻ, സ്തോത്രം, സ്തോത്രം. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. ഇന്ന് പറ, കർത്താവേ, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന ദൈവം, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന മഹാദൈവം. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിനയപ്പെടുത്തി ഏൽപ്പിച്ച്
ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. തന്ന എല്ലാ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. കൊട്ടാരത്തിനകത്ത് മഹത്വത്തിലേക്ക് കൊണ്ടുവന്നതിനായി, പേര് ചൊല്ലി വിളിച്ചതിനായി, മേശയിൽ ഇരുത്തിയതിനായി, ബലഹീനതകളെ മറച്ചു കളഞ്ഞതിനായി, ചില തിട്ടൂരങ്ങളെ ക്രോസ് ചെയ്ത് പോകാനുള്ള ദൈവകൃപ തന്നതിനായി, ന്യായവിധിയുടെ വാളിൽ നിന്ന് ഒഴിവാക്കിയതിനായി, ആമേൻ, ശത്രു അപഹരിച്ചതിനെ മടക്കി തന്നതിനായി, എല്ലാത്തിനായും നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് തരണേ കർത്താവേ. എനിക്ക് തരണേ. പ്രസംഗിക്കുന്ന എനിക്ക് തരണേ. പ്രസംഗിക്കുന്ന എനിക്ക് തരണേ കർത്താവേ. എൻ്റെ ഹൃദയം നിന്നോട് പറ്റിയിരിക്കണേ. എൻ്റെ ഹൃദയം നിന്നോട് പറ്റിയിരിക്കണേ. ആര് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഹൃദയത്തിലൊരു പറ്റുമാനം തരണമേ. പറ്റുമാനം തരണമേ. ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് തന്ന ലോകത്തിലെ നന്മകളെ കെട്ടിപ്പിടിച്ചിരിക്കാനല്ല, അത് ഒഴുകിപ്പോയാലും സാരമില്ല. നിന്റെ ദയ ജീവനേക്കാൾ വലിയതാകുന്നു. ആ രാജകൊട്ടാരത്തിനകത്ത് ആമേൻ ദാവീദിന്റെ ദയ, ആമേൻ, ദൈവത്തിന്റെ ദയ ദാവീദിലൂടെ വരുന്നത് കണ്ട മെഫീബോശത്ത് അവിടെ എഴുതിയിരിക്കുന്നു, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രണ്ടു കാലും മുടന്തുള്ള മെഫീബോശത്തെ, നിനക്കെങ്ങനെ സാഷ്ടാംഗം വീണ് നമസ്കരിക്കാനൊക്കും? ക്രച്ചസിൽ വന്ന ഊന്നുവടിയിൽ വന്ന മെഫീബോശത്ത് ആ രണ്ട് ഊന്നുവടിയും വിട്ടു. അവ മുഖമടിച്ച് ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. അവനവിടെ കിടന്നുകൊണ്ടൊരു മെസ്സേജ് പറയുക, കഴിഞ്ഞ 15 വർഷം ഈ ഊന്നുവടിയാ എന്നെ നിർത്തിയത്. എൻ്റെ ബലം, എൻ്റെ ധൈര്യം, എൻ്റെ ഊക്ക് ഈ ഊന്നുവടിയായിരുന്നു. എന്നാൽ രാജാവേ, ഇനി മുതൽ നീയാണ് എൻ്റെ ഊന്നുവടി, നീയാണ് എൻ്റെ ആഹാരം, നീയാണ് എൻ്റെ വസ്ത്രം, നീയാണ് എൻ്റെ പാർപ്പിടം, നീയാണ് എൻ്റെ എല്ലാം. ഹല്ലേലൂയ. ഇന്ന് ഏത് വ്യക്തിക്ക് പറയാനൊക്കും, നിന്റെ ജീവിതത്തിന്റെ ജനത്തിന് എഴുന്നേൽക്കാം. അതാത് സ്ഥാനങ്ങളിൽ ആത്മാവ് നയിക്കുന്നത് പോലെ ദൈവമക്കൾ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേൽക്കുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുകയാ. ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തി ഏൽപ്പിച്ച് ആ മെഫീബോശത്ത് സാഷ്ടാംഗമിട്ട് നമസ്കരിച്ചതുപോലെ, ആമേൻ, മഹാദൈവത്തിന്റെ പാദാന്തികേ, നാളെയെ നിനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നും കലങ്ങേണ്ട. നാളെയെ നിനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നും കലങ്ങേണ്ട. കരുതാതെ കൈവിടുമോ? കാലമെല്ലാം ഉള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ? മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനിൽ ജയവീരനാ. മനമേ ചഞ്ചലമെന്തി, കൈവിടുകില്ലേ, കൈവിടുകില്ലേ ഒരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ?
താമര വളരുന്നു, വാനിലെ പറവകൾ പുലരുന്നു, നന്നായി വയലിലെ താമര വളരുന്നു. ഓ വാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടുമോ? വാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടുമോ? കരുതാൻ വല്ലവനില്ലയോ ജയവീരനാ? മനമേ കരുതാൻ വല്ലവനില്ലയോ ജയവീരനാ? മനമേ ചഞ്ചലമെന്തിനാ? ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, നവയുവോദയം മിഷൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉണർവ് യോഗത്തിൻ്റെ രണ്ടാമത് രാത്രിയിൽ അവിടുത്തെ വിലയേറിയ കർത്തദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുക. ദരിദ്രനെ കുപ്പയിൽ നിവർത്തി പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഞങ്ങളെ കേൾക്കുവാനിടയായല്ലോ. ദൈവത്തിൻ്റെ ജീവനേക്കാൾ വലുതാകുന്നുവെന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുക. ഒരു കാലത്ത് നിന്നെ അറിയാതെ, നിന്നെ സ്നേഹിക്കാതെ, ലോകത്തിൻ്റെ മോഹത്തിലും സ്നേഹ സന്തോഷത്തിലും ജീവിച്ചിരുന്ന അടിയങ്ങളെ നിന്റെ ദയ തേടി വന്ന് നിന്റെ പ്രിയ മക്കളാക്കി തീർത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുക. നീ മെബീശോത്തിന്റെ അനുഭവത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ ദയ നിന്റെ മേൽ ഉണ്ടാകുമ്പോൾ നിന്നെ അവൻ ആമേൻ രാജാവിൻ്റെ മേശയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ആമേൻ നിന്റെ ആമേൻ ദോഷത്തിൻ്റെ കാലങ്ങളെ മാറ്റി നിന്നെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, മിഷൻസിൻ്റെ ഞങ്ങൾ ഓർക്കുന്നു. ആമേൻ ഞങ്ങൾ ബന്ധപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും ഈ ശുശ്രൂഷയെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വർഗത്തിലെ ദൈവം ഭംഗിയായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതോർത്ത് സ്തോത്രം. അവിടുത്തെ ദേവദാസൻ പറഞ്ഞതുപോലെ മലയാളികൾ കുറവാണെങ്കിലും ആമേൻ ദേശത്ത് സംസ്ഥാനങ്ങളില് ആമേൻ അനേകരെ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്ത് ഇന്ന് ആമേൻ ഈ ശുശ്രൂഷ നിറപടിയായി നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം കരുണ കാണിച്ചതോർത്ത് സ്തോത്രം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുക. ബാബുജോ സാറിനെ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ ബ്രദറിനെ ഓർക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ കേട്ടതുപോലെ നിന്റെ അവസ്ഥ എന്താണെന്ന് നീ മനസ്സിലാക്കുമ്പോൾ ആമേ നിന്നോട് ദയ കാണിച്ച് നിന്നെ ആമേൻ ഉയരത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മാത്രമല്ല, എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ നീ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം നിന്നെ ഒരുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ചന്തമായി വിചിതമായി നാളെയും മറ്റന്നാളായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഗാനമാലപിച്ചവർക്കായി സ്തോത്രം, പ്രാർത്ഥിച്ചവർക്കായി സ്തോത്രം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.